എൻ്റെ പ്രിയ സഹോദരങ്ങളെ, സാത്താനെ ഒരിക്കലും നമ്മളെ കൊണ്ട് പാപം ചെയ്യിക്കാനാകില്ല. കാരണം സാത്താനറിയാം, മനുഷ്യൻ ദൈവത്തിൻ്റെ സ്വന്തം ഛായയിലുള്ള ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ട വാത്സല്യനിധിയായ സൃഷ്ടിയാണ്. തന്നെയുമല്ല, ദൈവത്തിൻ്റെ ഛായയിലും രൂപത്തിലുമാണ് അവിടുന്ന് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. ആയതിനാൽ അവനെ തിന്മ ചെയ്യിക്കാൻ, ദൈവത്തെ തള്ളിപ്പറയിക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്. പിന്നെ എന്തു ചെയ്യണം? സാത്താൻ കാണുന്ന ഏറ്റവും എളുപ്പമായ മാർഗം മനുഷ്യൻ്റെ മനസ്സിലേക്ക് പാപത്തെ ലഘൂകരിച്ച് തരിക. പാപത്തിൻ്റെ ഗൗരവാവസ്ഥ, പാപത്തിൻ്റെ യഥാർത്ഥ രൂപം ലഘൂകരിക്കുക. എല്ലാവരും ചെയ്യുന്നതാണ്, അതുകൊണ്ട് തനിക്കും ചെയ്യാം എന്ന ചിന്തയിലേക്ക് നമ്മൾ കൊണ്ടുവന്ന് നമ്മളെ കൊണ്ട് ആ തിന്മ ചെയ്യിക്കും. ഏദൻ തോട്ടത്തിൽ ഒരു കൊച്ചു തിന്മയാണ് ഹവ്വായ്മ ചെയ്തത്. സാത്താൻ ഹവ്വായ്മയോട് ദൈവത്തെ അംഗീകരിക്കേണ്ട, ദൈവം പറഞ്ഞ് കേൾക്കേണ്ട പഴം തിന്നെന്ന് പറയുന്നതിന് മുമ്പ് സാത്താൻ ആ പഴത്തിൻ്റെ എല്ലാ ഗുണങ്ങളും പറഞ്ഞു കൊടുത്തു. അതിൻ്റെ സ്വാദ്, മധുരം, അത് കഴിച്ചാലുണ്ടാകുന്ന ഫലങ്ങൾ, ഗുണങ്ങൾ, എല്ലാ ഗുണഫലങ്ങളും സാത്താൻ ഹവ്വായ്മയ്ക്ക് പറഞ്ഞു കൊടുത്തു. അങ്ങനെ ഹവ്വായ്മയുടെ ഉള്ളിൽ മോഹം ജനിപ്പിച്ചു. സാത്താനറിയാം, ഹവ്വായ്മയോട് നേരിട്ട് പഴം തിന്നോളാൻ പറഞ്ഞാൽ ഹവ്വായ്മ തിന്നില്ല. പകരം ഹവ്വായ്മയുടെ ഹൃദയത്തിലേക്ക് സാത്താൻ ആഗ്രഹം, മോഹം ഉദിപ്പിച്ചു. എന്നിട്ട് സാത്താൻ പറഞ്ഞു, ഈ പഴം തിന്നാൽ നിങ്ങൾ ദൈവത്തെ പോലെ ആകുന്നത് കൊണ്ടാണ് നിങ്ങളോടിത് തിന്നണ്ട എന്ന് പറഞ്ഞത്. ഒന്ന് പരീക്ഷിച്ച് നോക്കിയാൽ ആകുമോ ഇല്ലയോ എന്നറിയാം. അവിടെയാണ് ഹവ്വായ്മ വീണുപോയത്. അല്ലെങ്കിൽ ഹവ്വായ്മ പഴം തിന്നില്ല. ഹവ്വായ്മ പഴം തിന്നുക വഴി സംഭവിച്ച തിന്മ എന്താ? അനുസരണക്കേട്. ഇത് മാത്രം തിന്നരുതെന്ന് പറഞ്ഞ് കൽപ്പിച്ച പിതാവിനോട് ഉള്ള അനിഷ്ടമാണ് ചെയ്തത്, അല്ലേ? വീണ്ടും വിചാരമുള്ളൊരു സ്ത്രീ ആയിരുന്നുണ്ടെങ്കിൽ അവരത് ചെയ്യുമായിരുന്നു? ഇല്ലായിരുന്നു. അവർ ചിന്തിക്കും, ഇത് തിന്നരുതെന്ന് പറഞ്ഞാൽ എൻ്റെ അപ്പനാണ്, എൻ്റെ അപ്പൻ ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യം ഞാൻ ചെയ്ത എൻ്റെ അപ്പന് ഇഷ്ടാവില്ല, അതുകൊണ്ട് ആരും എന്ത് പറഞ്ഞാലും ഞാനത് ചെയ്യില്ല എന്ന് തീരുമാനിച്ചേനെ. പക്ഷെ അവർ വീണ്ടും വിചാരമില്ലാത്ത സ്ത്രീയായിരുന്നു. നമ്മളിൽ പലർക്കും ഇല്ലാത്തൊരു സാധനമാണ് വീണ്ടും വിചാരം. ഓടിക്കയറുന്ന സ്വഭാവക്കാരാണ് നമ്മളെല്ലാവരും. ഇതാണ് നമ്മുടെ ഈ ഓടിക്കയറുന്ന സ്വഭാവമാണ് സാത്താനേറെ ഇഷ്ടം. അതിനാൽ നമ്മളൊന്ന് ചിന്തിക്കണം. പാപം കൊച്ചായി കണ്ടാലും അതിൻ്റെ ഭീകരത, പ്രത്യാഘാതം വളരെ വലുതാണ്. ഒരു കൊച്ചു നുണ. വീട്ടിൽ അപ്പനുണ്ടോ മോളെ എന്ന് ചോദിച്ചപ്പോൾ അപ്പൻ വീട്ടിലുണ്ട്. അപ്പൻ തന്നെ പറയുന്നു, ഞാനിവിടെ ഇല്ലെന്ന് പറഞ്ഞോളാൻ. പാപം ചെയ്യുന്നത് ആരാ? കുട്ടി പോയിട്ട് പറഞ്ഞു, അപ്പച്ചൻ ഇവിടെ ഇല്ലെന്ന്. ഒരു കൊച്ചു നുണ. പാപം ചെയ്യിപ്പിച്ചതാരാ? അപ്പൻ. ചെയ്തതാരാ? മകള്. പാപത്തിൻ്റെ ഈ കൊച്ചു നുണയുടെ ഭീകരത എന്താ? ഈ കൊച്ചു നുണ കൊച്ചു പാപമല്ല, ഒരു വലിയ പാപമാണ്. ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ, ആവശ്യക്കാരൻ വന്നപ്പോൾ അപ്പൻ അവനെ ചതിച്ചു, ഇല്ലേ?
അപ്പനില്ലെന്ന് പറയാൻ പറഞ്ഞേൽപ്പിച്ചു. മകളെ കൊണ്ട് തിന്മ ചെയ്യിച്ചു, ഇല്ലേ? അതായത് തിന്മ ചെയ്യാനുള്ള പ്രേരണ കുറ്റം കൊടുത്തു. നമ്മുടെ നിയമാവലിയിൽ, മനുഷ്യൻ്റെ നിയമാവലി, കോടതികളിൽ ഈ പ്രേരണ കുറ്റത്തിന് വലിയ തെറ്റല്ലേ? ദൈവത്തിൻ്റെ കോടതിയിലും അങ്ങനെ തന്നെയാണ്. കൊലപാതകമാണ് പ്രേരണ കുറ്റം. ഒരാത്മാവിനെ നശിപ്പിക്കാൻ ഉതകുന്ന പ്രേരണ കുറ്റം, മറ്റൊരു വ്യക്തിക്ക് തിന്മ ചെയ്യാൻ ഉതകുന്ന ഒരു അവസ്ഥ നിൻ്റെ ജീവിതം കൊണ്ട് ഉണ്ടാക്കി കൊടുത്താൽ ആ ആത്മാവിൻ്റെ മേൽ നീ ചുമത്തുന്നത് പ്രേരണ കുറ്റമാണ്. ആ ആത്മാവ് അതുവഴി നഷ്ടപ്പെട്ടു പോയാൽ നീ ചെയ്തത് കൊലപാതകമാണ്. പാപത്തിൻ്റെ ഗൗരവം മനസ്സിലായ? വെറും സിമ്പിളായിരുന്നുള്ള ഇല്ല, ഉള്ള ആളെ ഇല്ല എന്ന് പറഞ്ഞു. കുട്ടിക്ക് അതിൻ്റെ ഗൗരവം അറിയുമോ? വേണ്ട, പോട്ടെ. കുട്ടിയുടെ അപ്പനറിയുമോ ഗൗരവം? ഇല്ല എന്ന് പറഞ്ഞിരുന്നതുകൊണ്ടുള്ള എന്താ ഗൗരവം ഉണ്ടായിരുന്നു? ഇതാണ് സാത്താൻ തരുന്ന പ്രചോദനം. സാത്താൻ മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റുവാൻ എടുക്കുന്ന എളുപ്പ വഴിയാണ് ഞാനിപ്പോൾ പറഞ്ഞത്. വളരെ സിമ്പിൾ. വീട്ടിലിരിക്കുന്ന അപ്പച്ചനെ അന്വേഷിച്ച് വന്ന ആളോട് ഇല്ല എന്ന് പറയാൻ അപ്പച്ചൻ പറഞ്ഞു, കുട്ടി പറഞ്ഞു. ഒരു വെടിക്ക് പക്ഷി രണ്ട്. സാത്താൻ എത്ര ബുദ്ധിമാനാ! സാത്താൻ വിജയിച്ചില്ലേ? ആ ഒരു കൊച്ചു നുണ മൂലം ഈ കുരിശിൽ തൂങ്ങിയവൻ്റെ ശരീരത്തിൽ എത്രമാത്രം പ്രഹരേറ്റു. അവന് 5000 ചില്വാനം അടിയിൽ കൊണ്ട് വിണ്ടു കീറിയ ശരീരത്തിൽ വീണ്ടും നീ ചമ്മട്ടി കൊണ്ടടിച്ചില്ലേ? നീ അടിച്ചത് പോരാതെ അവൻ തൻ്റെ രക്തം കൊണ്ട് നേടിയെടുത്ത നിൻ്റെ മകളെ കൊണ്ടടിപ്പിച്ചില്ലേ? തിന്മയുടെ ഭീകരത നമ്മൾ കണ്ടെത്തണം, മനസ്സിലാക്കണം. ഈ തിന്മയുടെ ഭീകരത മനസ്സിലാക്കിയിട്ട് വേണം തിന്മയിൽ നിന്ന് നീക്കാൻ. ബുദ്ധിമുട്ടാണ്. നമ്മൾ ശീലിച്ചത് എപ്പോഴും നമ്മുടെ അതരത്തിലും ഹൃദയത്തിലൊക്കെ വരും. എനിക്കും അങ്ങനെ തന്നെയാണ്. പക്ഷേ നാം മനസ്സിലാക്കണം ഒരു സത്യം. തിന്മ എന്ന് പറയുന്നത് 2 അക്ഷരമല്ല. അത് നമ്മുടെ ജീവൻ്റെ നാശമായ വലിയ അഗ്നികുണ്ഡമാണ്. ഈ വലിയ അഗ്നികുണ്ഡത്തിലേക്കാണ് ഈ ഒരു കൊച്ചു നുണ മൂലം ചാടുന്നത്. കുമ്പസാരിക്കുന്ന വ്യക്തികളാണെങ്കിൽ അവരേറ്റു പറയാൻ ബാധ്യസ്ഥര കൊലപാതകം ചെയ്തു എന്ന്, പ്രേരണ കുറ്റം നൽകിയ തിന്മ പ്രവർത്തിപ്പിച്ചു എന്ന്, ഫലമായി ദൈവത്തിൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയെന്ന്, അതിൻ്റെ വെളിച്ചത്തിൽ ഞാൻ കൊലപാതകയാണെന്ന് ഏറ്റു പറയാൻ ബാധ്യസ്ഥനാണ്. ആഗ്രഹത്തോടുകൂടി സ്ത്രീയെ നോക്കിയാൽ വ്യഭിചാരം ചെയ്തുവെന്ന് ക്രിസ്തു പഠിപ്പിക്കുന്നു. ചിന്തിച്ചു നോക്കിയാൽ ആഗ്രഹത്തോടുകൂടി സ്ത്രീയെ നോക്കിയാൽ എന്താ സംഭവിക്കുക? വ്യഭിചാരം ചെയ്തു. ഒന്ന് നോക്കിയല്ലുള്ളൂ. സാത്താത്രേ പറയുള്ളൂ. മുമ്പിൽ പോകുന്നൊരു സ്ത്രീ അവളെ പ്രച്ഛന്ന വേഷാലങ്കാരത്താൽ മറ്റുള്ളവർ അതിലേക്ക് ആകർഷകരാകും എന്ന രൂപത്തിലാണ് അവളെ നടപ്പ്. നമുക്ക് മുന്നേ അവളെ സാത്താൻ്റെ കയ്യിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അവൾ അങ്ങനെ നടക്കുന്നത്. പുറകെ ചെന്ന് ഞാൻ അവളെ നടത്തം കണ്ടപ്പോൾ ഒന്ന് നോക്കി, കൊള്ളാം, നല്ല ചേഷ്ടകളുണ്ട്, തരക്കേടില്ലല്ലോ. വേറെ ഒന്നും ഞാൻ ചെയ്തില്ല, ഒന്നും ഞാൻ അവളോട് പറഞ്ഞില്ല, അവളെ ഞാൻ വിളിച്ചില്ല, അവളെ അടുത്ത് ഓടിച്ചെന്നില്ല, അവളെ കെട്ടിപ്പിടിച്ചില്ല, മുത്തിയില്ല, ഒന്നും ചെയ്തില്ല. പക്ഷെ മനസ്സിൽ അവൾ കൊള്ളാം എന്ന് ഒരു മോഹം തോന്നി. അവിടെ പാപം സംഭവിച്ചിട്ടില്ല. പാപം സംഭവിക്കുന്നത് ഇത് പറയപ്പച്ച സാത്താൻ എൻ്റെ പുറകിലുണ്ട്. ആ സാത്താൻ ഞാൻ ഏകനായിരിക്കുമ്പോൾ എൻ്റെ അടുത്ത് വരും. എന്നിട്ട് വളരെ തന്മയത്വത്തോടുകൂടി എന്നോട് ചോദിക്കും, ശ്രീമാൻ അന്തോണി, ആ പെണ്ണെങ്ങനെയുണ്ട്? കൊള്ളാമോ? നിൻ്റെ ഭാര്യ ആ പെണ്ണാ സുന്ദരി? നിൻ്റെ ഭാര്യകൾ സൗന്ദര്യമില്ല അവൾക്ക്? ഇങ്ങനെ ഓരോ വിചിത്രമായ ചിന്തകൾ നൽകിക്കൊണ്ട്
എൻ്റെ മനസ്സിനെ മതിക്കും. തൽഫലമായി എന്ത് സംഭവിക്കും? ഞാൻ കണ്ട ആ സ്ത്രീയുടെ രൂപം എൻ്റെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കും. പാപം പോണ വഴി മനസ്സിലായ? ഈ പ്രതിഷ്ഠിച്ച എന്നെ എന്തു ചെയ്യും സാത്താൻ? അവിടെ കൊണ്ടും വിടില്ല. സാത്താൻ എന്നെ എൻ്റെ കിടപ്പറയിലേക്ക് കൊണ്ടുപോകും. എപ്പോൾ? രാത്രിയായി, കൊന്തിയും പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു, എല്ലാം ചെയ്തു, അതുവരെ ഒരു പാപം ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ എൻ്റെ ഭാര്യയോടൊത്ത് എൻ്റെ കിടപ്പറയിലേക്ക് പോയി. ഭാര്യയോടൊത്ത് ശയിക്കുമ്പോഴാണ് സാത്താൻ എന്നെ ഉണർത്തുക. ആ കാലത്ത് 10 മണിക്ക് കണ്ട ആ പെണ്ണ് എങ്ങനെയുണ്ട്? കൊള്ളാല്ലേ? നോക്കിയാൽ പോത്ത് കിടന്നുറങ്ങണേ, ഇത് എന്തൊരു പെണ്ണല്ലേ? പെട്ടുവോ? പാപം ചെയ്തു. ഇപ്പോൾ മോഹം വന്നോ? മോഹിച്ചു പോയില്ലേ? ആ പെണ്ണിനെ നോക്കിയില്ലായിരുന്നെങ്കിൽ ആ പാപം വരുമോ? കണ്ണിനൊന്ന് നിയന്ത്രിച്ചിരുന്നെങ്കിൽ അത് സംഭവിക്കുമോ? എന്നാൽ കാണേണ്ടതൊക്കെ കാണണ്ടേ, നോക്കണ്ടേ വേണം. അപ്പോൾ എവിടെയാണ് തെറ്റുപറ്റിയത്? ആദ്യം തെറ്റുപറ്റിയത് അവൻ നിന്നോട് ഉപദേശിച്ചു കൊള്ളാമെന്ന്. അന്നേരം നീ പറയണമായിരുന്നു കൊള്ളില്ല എന്ന്. നീ പറഞ്ഞില്ലേ? മൗനം ദീക്ഷിച്ചു. ആ നിൻ്റെ മൗനദീക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ പറഞ്ഞതിന് സമ്മതമാണ്. ആ സമ്മതം വഴി എന്ത് ചെയ്തു? അവനിങ്ങോട്ട് കയറി. ദൈവം വസിക്കുന്ന നിൻ്റെ ഹൃദയത്തിലേക്ക് ഈ സാത്താൻ പതുക്കെ കടന്നുകൂടി. 4 അറകളുണ്ടല്ലോ, ഒരറയിലേക്ക് അവൻ കൂടി. ഞാൻ അവിടെ ഒളിച്ചിരുന്നോളാം പറഞ്ഞു. അവിടെ ഇരുന്നുകൊണ്ട് നിന്നോട് ഇത് ചെയ്യിച്ചു. അവൾ അറിയുന്നുണ്ടോ നീ അവൾ മുഖാന്തരം പാപിയായിന്ന്? ഇല്ല. പക്ഷെ അവൾക്ക് കുറ്റമുണ്ടോ? ഉണ്ട്. എന്തുകൊണ്ടാണ്? വചനം പഠിപ്പിക്കുന്നു, സ്ത്രീകളായ നിങ്ങൾ പിന്നിയ മുടിയോ മറ്റുള്ളവർക്ക് പാപം ചെയ്യാൻ ഉതകുന്ന വസ്ത്രധാരണമോ മറ്റുള്ളവരെ ദൈവത്തിൽ നിന്നും അകറ്റാൻ ഉപയോഗിക്കുന്ന നിങ്ങളുടെ ചേഷ്ടകളോ പ്രകടിപ്പിക്കരുത്. അതുവഴി നീ ഒരു ആത്മാവിനെ നശിപ്പിക്കുകയാണ്. അത് കൊലപാതകമാണ്. രണ്ടാളും പാപം ചെയ്തില്ലേ? വല്ല കുഴപ്പമുണ്ടായ? സാത്താൻ എത്ര പണി എളുപ്പമായിരുന്നു. സാത്താൻ വല്ല വാളെടുക്കുക, കൂറെടുക്കുക, യുദ്ധത്തിന് പുറപ്പെടുകയൊന്നും ചെയ്തില്ലല്ലോ. പ്രിയ സഹോദര, പാപത്തിൻ്റെ ഭീകരത മനസ്സിലാക്കണം. ഒരു കൊച്ചു നുണ, ഒരു കൊച്ചു മോഹം പാപമല്ല. ഒരു കൊച്ചു മോഹം, ഒരു കൊച്ചു നുണ പാപമല്ല. അപ്പുറത്തെ വീടിന് കൂട്ടുകാരൻ്റെ അയൽവാസിയുടെ വീട് കണ്ടപ്പോൾ വലിയ വീട്, സന്തോഷമായി, ഇഷ്ടപ്പെട്ടു, നല്ല വീടാണ്, കൊള്ളാം. പിന്നാലെ സാത്താൻ പറയും ഇതുപോലെ നിനക്കൊരെണ്ണം വേണ്ടേ? അപ്പം ചിന്തിക്കും എനിക്ക് അതിനുള്ള വരുമാനമൊന്നുമില്ലല്ലോ, അതിനെന്താ പേടിക്കണേ? അവൻ്റെ വീട്ടിൽ തന്നെ ഉണ്ട് ലക്ഷങ്ങൾ, അവനോട് ചങ്ങാത്തും കൂടി അതിന് അടിച്ചു മാറ്റിക്കൂടെ? എല്ലാവരും ചെയ്യുന്നതല്ലേ, നിനക്ക് പിന്നെ എന്തിനൊരു തടസ്സമുള്ളത്? തിന്മ അങ്ങനെയാ വരിക. ആയതുകൊണ്ട് ആഗ്രഹങ്ങളെ നിയന്ത്രിക്കുക. മോഹങ്ങൾ വേണ്ട എന്ന് ഞാൻ പറയും. നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റാത്തതാണെങ്കിൽ നിങ്ങളെടുത്തോ. പാപത്തിലേക്ക് വഴിവെക്കാതെ നോക്കണം. ആയതുകൊണ്ട് ഈ നല്ല കർത്താവിൻ്റെ ദിവസം നിങ്ങൾക്ക് ഏവർക്കും കൂടുതൽ നിലനിൽപ്പിൻ്റെ വരം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നിങ്ങളുടെ സ്വന്തം സഹോദരൻ. താല്പര്യപ്പെട്ടാൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. എന്താണെന്ന് വെച്ചാൽ ഒരു ആത്മാവ് രക്ഷപ്പെട്ടാൽ ദൈവസന്നിധിയിൽ പ്രതിഫലം വളരെയേറെയാണ്. ദൈവത്തിന് വേണ്ടി വേല ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രതിഫലം ഇതാണ്. ഒരു സ്നേഹിതന്, അതെ, ആ മുറിപ്പാടിൽ ഒരല്പം തൈലം പുരട്ടി ഒരാശ്വാസം. എൻ്റെ കർത്താവേ, ഞാനൊരു പാപിയാണ്, പൊറുക്കണേ, അറിവില്ലായ്മ കൊണ്ട് ഒരു കൊച്ചു നുണ വലിയ പാപമാണെന്ന് ധരിച്ചില്ല, മേലിൽ ഞാൻ ചെയ്യില്ല, ആവർത്തിക്കില്ല, ശക്തി തരണേ എന്ന് പ്രാർത്ഥിക്കാം. ആമേൻ.
പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി.